സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി CPO റാങ്ക് ഹോൾഡേഴ്സ്. ഉദ്യോഗാർത്ഥികൾ കയ്യിൽ കർപ്പൂരം കത്തിച്ചു പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. നിരാഹാര സമരം 7ാം ദിവസം പിന്നിടുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. കയ്യിൽ കർപ്പൂരം കത്തിച്ചുള്ള പ്രതിഷേധം കൂടുതൽ വൈകാരികമായി. ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു റാങ്കിൽ വന്നിട്ട് ജോലിയില്ലാത്ത അവസ്ഥ. ഇങ്ങനെ വേദനിപ്പിക്കുന്ന കാണുമ്പോൾ, സ്വയം വേദനിക്കുന്ന കാണുമ്പോൾ എന്താ പറയുക, അവർക്കും വിഷമമാണ്. തിരിച്ച് വിളിക്കുക എന്നല്ലാണ്ട് ഞങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. ഇപ്പം ശാരീരികമായിട്ട് വേദനയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്ത് ചെയ്യാൻ തയ്യാറാണ്, അതതിന് തീ വെച്ചത് കയ്യിൽ. സെക്രട്ടേറിയറ്റിനു മുന്നിലെ നടപ്പാതയിലെ ഇന്റർലോക്കിലൂടെ മുട്ടിലിഴഞ്ഞു നടത്തിയ സമരത്തിനിടയിൽ ചിലർ തല കറങ്ങി വീണു. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ തെരുവിൽ കിടക്കുന്ന, അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറ്റാതെ. അത്രയധികം പറ്റണില്ല. ചുട്ടുപൊളി ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റണില്ല. ഈ മാസം 19-നാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. സമയം അവസാനിക്കുന്നതിന് മുൻപ് പരമാവധി നിയമനം നടത്തുക, നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം 12 ദിവസം പിന്നിട്ടു. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 235 നിയമനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. 24 തിരുവനന്തപുരം.